ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 47-ാം വാക്യം. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ 12 പേരിൽ ഒരുവനായ യൂദാസ് അവിടെ എത്തി. അവനോടുകൂടെ പ്രധാന പുരോഹിതന്മാരുടെയും ജനപ്രമാണികളുടെയും അടുക്കൽ നിന്ന് വാളും വടികളുമായി ഒരു ജനക്കൂട്ടവും വന്നിരുന്നു. പ്രിയം നിറഞ്ഞവരെ, യൂദാസിൻ്റെ ഒറ്റിക്കൊടുക്കലിലേക്ക് നയിക്കുന്ന വചനങ്ങളാണിവ. നിഷ്കളങ്കനായ സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാൻ കടന്നു വരുന്ന യൂദാസ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേ തിന്മ, നിഷ്കളങ്കരെ കാപട്യത്തോടുകൂടി ഒറ്റിക്കൊടുക്കുവാൻ മടിയില്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ധ്യാനിക്കുകയാണെങ്കിൽ, ഒരുവൻ്റെ ഉള്ളിൽ തിന്മ വളർന്നു കഴിഞ്ഞാൽ ആ തിന്മ, അതിൻ്റെ കാഠിന്യം എന്തുമാത്രമുണ്ടെന്ന് ആ മനുഷ്യൻ വിചാരിക്കുന്നതിനപ്പുറത്തേക്കും ആ തിന്മ ആ മനുഷ്യനെ നയിച്ചുകൊണ്ടേയിരിക്കും. പരിണിത ഫലങ്ങളെക്കുറിച്ചൊന്നും ആ നിമിഷത്തിൽ ചിന്തിക്കാൻ പോലും ഉള്ളിൽ തിന്മ വളരുന്ന മനുഷ്യന് സാധിക്കില്ല. അങ്ങനെ യൂദാസിൻ്റെ ഉള്ളിൽ തിന്മ വളർന്നപ്പോൾ ഇതാ സ്വന്തം ഗുരുവിനെ തന്നെ 3 വർഷക്കാലം കൂടെ കൊണ്ടു നടന്ന് ജീവിതത്തിൽ ഊണിലും ഉറക്കത്തിലും കൂടെ കൊണ്ടു നടന്ന സ്വന്തം ഗുരുവിനെ തന്നെ ഒറ്റിക്കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഇതാ തിന്മ അവനെ കീഴടക്കിയിരിക്കുകയാണ്. പ്രിയ നിറഞ്ഞവരെ, നമ്മുടെ ഉള്ളിലും ഇതുപോലെ തിന്മയെ വളരാൻ നമ്മൾ അനുവദിച്ചാൽ നമ്മൾ വഞ്ചിക്കുന്ന, അപരനെ ഒറ്റുകൊടുക്കുന്ന മനുഷ്യരായി തരം താന്നു പോകും. യൂദാസിനെ പോലെ അധപതിച്ചു. എങ്ങനെ നമ്മുടെ ഉള്ളിൽ വളരുന്ന തിന്മയെ നമുക്ക് പൂർണ്ണമായും പിഴുതുകളയാൻ സാധിക്കും? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ അടിസ്ഥാനപരമായ ആത്മീയ അനുഷ്ഠാനം, കുരിശുവര മുതലുള്ള ഓരോ പ്രാർത്ഥനകളും നമ്മുടെ ഉള്ളിൽ നിന്നും ഈ തിന്മയുടെ വളർച്ചയെ പിഴുതുകളയാനായിട്ട് സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് വിശുദ്ധ കുർബാനയും കുമ്പസാരത്തോടും നമ്മൾ കാണിക്കുന്ന ആ താല്പര്യവും ആഗ്രഹവും ഒരിക്കൽ പോലും തിന്മ ഉള്ളിൽ കൂടുകെട്ടി അത് മുള പൊട്ടി വളർന്ന് വലിയ വൃക്ഷമാകാതിരിക്കാൻ നമ്മെ ഒരുപാട് സഹായിക്കും. പ്രിയ നിറഞ്ഞവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ചെറിയ ഒരു യൂദാസിൻ്റെ അംശം പോലും നമ്മുടെ ഉള്ളിൽ കടന്നു വരാതിരിക്കുവാനുള്ള ഒരു ജീവിതം നയിക്കാൻ നോയമ്പ് കാലത്ത് മാത്രമല്ല, നമ്മുടെ മരണം വരെയുള്ള ജീവിതയാത്രയിൽ നമുക്ക് സാധിക്കട്ടെ. ഒതുവികാരൻ ഈശോനാഥ, ഞങ്ങളെ തന്നെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്ന ഈശോയെ, പലപ്പോഴും തിന്മയുടെ വളർച്ച ഞങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നത് തിരിച്ചറിയാതെ എത്രയോ മനുഷ്യരെ ഞങ്ങൾ വിമർശിച്ചും കുറ്റപ്പെടുത്തിയും പ്രതിക്കൂട്ടിലാക്കിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഈ തിന്മയുടെ കൂട്ടുചേല നടക്കുന്നു. തിന്മ ഉള്ളിൽ വളരുമ്പോൾ ഈശോയെ പലപ്പോഴും അതിനോട് കൂടെ കൂടാൻ ഒരുപാട് പേര് ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. ആ തിന്മയുടെ ആവാസം ഞങ്ങളുടെ ജീവിതത്തെ തന്നെ നശിപ്പിച്ചു കളയുമെന്നുള്ള ആഴമേറിയൊരു അവബോധത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അനുദിന വിശുദ്ധ കുമ്പസാരത്തിലൂടെയും കുർബാനയിലൂടെയും ഈ തിന്മയുടെ മുളകളെ മുളയിലേ നുള്ളിക്കളയുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് ഏവർക്കും നൽകിയാലും. അറിയാതെ ചെയ്തൊരു അപരാധമൊക്കെയും മറന്നീടണേ എൻ്റെ കരുണാമയ. അറിയാതെ ചെയ്തൊരു അപരാധമൊക്കെയും മറന്നീടണേ എൻ്റെ കരുണാമയ. പാപത്തിൻ നാഴിയിൽ വീഴാതെ
പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.